ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് പാചകം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ്. കാരണം ഇതുപോലെ ടേസ്റ്റിയും ഹെൽത്തിയുമായ വേറൊരു ഓയിലും ഇല്ല. എന്നാൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ്. അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് മയൂരം വെളിച്ചെണ്ണയാണ്. മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോര വീണ് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് ധന്യമായിക്കൊണ്ടിരിക്കുകയാണ്. 10 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന തലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകത്തിലൂടെയും സാംസ്കാരിക രംഗത്തിലൂടെയും പ്രവർത്തിച്ചിട്ടുണ്ടായത്. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു നടിയാണ്. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായി ഒരു പെൺകുട്ടി നാടകത്തിലേക്ക് വന്നു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ തെറ്റിന് ഞാൻ അനുഭവിച്ച കുറ്റങ്ങളും തെറ്റുകളും വേദനകളും എത്രയാണെന്ന് എനിക്ക് ഇന്നും പറഞ്ഞാൽ തീരാത്തത്ര വേദനയാണ്. കാരണം എന്താണ്? ഒരുപാട് പീഡനങ്ങൾ 4 ആൾ കൂടിയ സ്ഥലത്ത് ഞാൻ ചിരിക്കുകയാണെങ്കിൽ പരിഹാസം കൊണ്ട് നാടക നടി നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ നന്നാക്കിയിട്ട് വേണ്ടേ ഞങ്ങൾക്ക് നാട് നന്നാവാൻ എന്ന് ആക്ഷേപം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് വലിയ മനുഷ്യർ, താടി വളർത്തിയവർ, ഇങ്ങനെയുള്ള ആളുകളുടെയുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനതൊക്കെ പുല്ല് വില കൽപ്പിക്കാതെ ഞാൻ വളരെ ശക്തമായിക്കൊണ്ട് ഞാൻ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഉറക്കെ ഗർജിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നെല്ലാം കഴിച്ചിലായി പോന്നിട്ടല്ലേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ നാട് നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ ഭരിക്കണം എന്നുള്ള കാര്യം മസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ, അതായത് മനുഷ്യർ, അല്ലാതെ സ്വത്തുണ്ടാക്കാൻ ഭ്രമിക്കുന്ന ആളുകളല്ല, അത്തരം ആളുകളെ അല്ല നമ്മൾക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറകൾ ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചുകൊണ്ട് നമ്മളുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കണം. ഇപ്പോൾ ഇവിടെ ചെറിയ പെൺകുട്ടികൾ ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളുടെ സ്വത്താണ്. അവരാണ് നമ്മൾക്കുള്ള ഇനി സ്വത്ത്. ഇത്തരം പെൺകുട്ടികളും ആൺകുട്ടികളും വളർന്നു വരുന്ന ആ കുട്ടികൾ, അവരുടെ ശക്തിയാണ് നമ്മളുടെ ശക്തി. ഇനി നമ്മൾക്കൊക്കെ കുറച്ച് ഒരു വീക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള വലിയ ഒരു സമ്പത്താണ് നമ്മൾക്ക് നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികളും വിദ്യാഭ്യാസ മേഖലയും നമ്മളുടെ എല്ലാം ആണ് നമ്മളുടെ കുട്ടികൾ. അതുകൊണ്ട് ഞാൻ ഇനി ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ പരിപാടിയെ ഞാൻ എൻ്റെ വക ഒരു ഉദ്ഘാടനമായി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം. പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ, മറ്റുൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഐറ്റംസ്, പണിയായുധങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ, ചെയറുകൾ, കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ.